ഹായ്. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ എൻ്റെ കൊച്ചുമായിട്ട് ഔട്ടിങ്ങിന് പോവുകയാണേ. ഫസ്റ്റ് ഒരു ബൊട്ടിക്കിൽ കയറി ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങിയത് ഒരു ലേഡീസ് സ്റ്റോറിലേക്കായിരുന്നേ. അവിടെ എനിക്ക് ഒന്ന് രണ്ട് ഐറ്റം വേണമായിരുന്നു. അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ പിന്നെ പ്രീമിയറിൻ്റെ പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കിച്ചൺ എസൻഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നു. അവിടെ നമുക്കൊരു കിച്ചണിലേക്ക് വേണ്ട അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ക്രോക്കറി ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ, ഗിഫ്റ്റ് ഐറ്റംസും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും പിന്നെ നോൺ സ്റ്റിക്ക് ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു. എനിക്കിത് കാണാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കയറിയതാണ്. പിന്നെ കയറിയത് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ വാങ്ങിയിട്ട് സ്മെല്ലൊന്നുമില്ല കേട്ടെ. ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു, പക്ഷേ സ്മെല്ലില്ല. പിന്നെ ഈ ഒരു ചെറിയൊരു കണ്ടെയ്നർ വാങ്ങി. പിന്നെ ഓൾ ടൈം കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നെണ്ണം ഒന്നിച്ചൊരു കണ്ടെയ്നറിനകത്ത് വരുന്നതാണേ. അത് നമുക്ക് മൈക്രോവേവിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം ചൂട് അതിനകത്ത് താങ്ങും. പിന്നെ നല്ലൊരു എയർ ടൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനത് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴേക്കും അത് ഞാൻ അങ്ങ് വാങ്ങി. അത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്ന മൈജിയിലേക്കാണ്. മൈജിയിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു സാധനം നോക്കണമല്ല, എനിക്ക് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് പോയത്. പക്ഷെ അവിടെ ചെന്ന് ഞാനത് ഉദ്ദേശിച്ചത് സാധനം ഒറ്റ പീസേ ഉള്ളൂ, ലാസ്റ്റ് പീസ് ഒരെണ്ണേ ഇരിപ്പുള്ളൂ. അപ്പോൾ എനിക്കത് വാങ്ങിക്കാനൊരു മടി. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ പുറകെ കാണിക്കുന്നതായിരിക്കുമേ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ നേരെ നമ്മൾ കുബാബ കുഴിമന്തി കഴിക്കാൻ നമ്മളാണ് ചെന്നത്. അങ്ങനെ അൽഫാം മന്തി കഴിക്കാൻ കയറിയില്ല, നേരെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ പാഴ്സൽ വാങ്ങി വീട്ടിലേക്ക് വരുമായിരുന്നു. വീട്ടിൽ വന്നിരുന്നിട്ടാണ് നമ്മൾ കഴിച്ചത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അന്നൊരു കൊറിയർ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ലിക്വിഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാപ്പി പ്ലാനറ്റിൻ്റെ. ഇപ്പം എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ഒരു വിധപ്പെട്ട മിക്ക ഹൗസ് വൈഫും വാങ്ങിച്ച് അത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനം തന്നെയാണ്. കാരണം അത്യാവശ്യം ഒരു കിച്ചണിൽ ഫുൾ സ്മെല്ല് നിൽക്കുന്നൊരു സാധനമാണത്. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ തുറന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ബോട്ടിൽ ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ അത് ഞാൻ നേരെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് അതിൻ്റെ സ്പ്രേയും സ്ട്രീമും ഒക്കെ മാറ്റി മാറ്റിയൊക്കെ ഇട്ട് നോക്കി. ഞാനതൊക്കെ ചെയ്ത് നോക്കി. എൻ്റെ ഗ്യാസ് സ്റ്റവ് പഴകിയതാണ്. ഇനി 7 വർഷം പഴക്കമുള്ളൊരു ഗ്യാസ് സ്റ്റവ് ആണ്. അപ്പോൾ അതിൽ വീണ പാടുകളൊന്നും നമുക്ക് പോയില്ല, പക്ഷേ നന്നായിട്ട് തിളങ്ങും. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ട് എനിക്കതിൻ്റെ സ്മെല്ല് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം അടുക്കളയിലൊക്കെ ആ ഒരു മണം ഇങ്ങനെ അങ്ങ് നിന്നോളും. അപ്പോൾ ഗ്യാസ് സ്റ്റൗവൊക്കെ ഞാൻ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തു, എന്നാൽ പിന്നെ ഇനി മിക്സി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എന്തും ക്ലീൻ ചെയ്യാൻ നല്ലൊരു പറയുന്നത്. അപ്പോൾ പിന്നെ മിക്സി നോക്കാം. മിക്സിയും പഴകിയതാണ്, 7-8 കൊല്ലം പഴക്കമുള്ള മിക്സിയാണ്. അപ്പോൾ അതിലേക്കും നല്ല പോലെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതും നമ്മുടെ അതും കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജും ഒക്കെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇന്നലെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കൊറിയർ എന്താണെന്നുള്ളത് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മൾ മൈജിയിൽ പോയിട്ട് കിട്ടാത്ത ഒരു സാധനമാണ്. ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്തിരുന്നല്ലോ. അതെന്തായാലും എനിക്കത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ എന്നെ ഓർക്കുന്നുണ്ട് വാങ്ങണമെന്ന്. അപ്പോൾ അത് ഇന്നലെയാണ് എനിക്ക് ആ സാധനം ഓർഡർ ചെയ്തിട്ട് വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ എയർ ഫ്രയർ ആയിരുന്നു. അതെനിക്ക് മസ്റ്റായിട്ടും ഫിലിപ്സിൻ്റെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫിലിപ്സിൻ്റെ തന്നെ വന്നു. ഞാൻ അതിൻ്റെ ഫങ്ഷൻസൊക്കെ ഒന്ന് നോക്കുവാണ്. അപ്പോൾ അതെല്ലാം നോക്കി എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.